ഹലോ, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഇൻട്രൊഡക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഡയറക്റ്റ് നമ്മൾ നേരെ വീഡിയോയിലായിട്ടാണ് പോയിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായി ക്രൗഡൊക്കെ കാണുമ്പോൾ ഇത് എന്താണ് സംഭവം എന്ന്. വേറെ ഒന്നുമല്ല, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കൃഷ്ണൻ്റെ അമ്പലത്തിൽ നിന്ന് പള്ളുരുത്തിയിലെ അമ്പലത്തിലേക്ക് ഒരു കാവടി പോണതിൻ്റെ വീഡിയോ ക്ലിപ്പിങ്ങും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. എല്ലാ വർഷവും ഉത്സവമുണ്ട് പള്ളുരുത്തിയിൽ, എല്ലാ വർഷവും ഇതേ കാവടി നടക്കാറുണ്ട്. പക്ഷേ ഞങ്ങൾ ഇതുവരെ ഈ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ക്യാപ്ചർ ചെയ്തിട്ടില്ല, നിങ്ങളെ കാണിച്ചിട്ടില്ല. അപ്പം ഇക്കൊല്ലത്തെ കാവടി ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പം ഞാനതൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് എടുത്തു, കാരണം നിങ്ങളെ കൂടി കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ പരിപാടി. ഒത്തിരി 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 കാണാനായിട്ടുള്ള വെറൈറ്റി പരിപാടി, അതായത് ഒത്തിരി ഉണ്ടായിരുന്നു കാണാനായിട്ട്. നല്ല രസമായിരുന്നു, നല്ല വലിയൊരു ആഘോഷം തന്നെയായിരുന്നു ആ കാവടി കാണാനായിട്ട്. ഏറ്റവും വലിയ നമ്മുടെ ഇവിടെ നിന്നുള്ളതിൽ ഏറ്റവും വലിയ കാവടിയാണ് ഞങ്ങളുടെ അമ്പലത്തിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് എന്തൊക്കെ ചെയ്യണം ഏതൊക്കെ ചെയ്യണം എന്ന് പറയാൻ പാടില്ല. അവിടെ അവർ കാവടി തുള്ളുന്നു, അവളവിടെ ഗ്രൗണ്ടിൽ നിന്ന് തുള്ളുന്നു, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. അടിപൊളിയായിരുന്നു. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, അതായത് ഭയങ്കര ക്രൗഡായിരുന്നു, അതായത് നല്ല തിരക്കുണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ അമ്പലത്തിൽ നിന്നുള്ള ആളുകളുണ്ടായിരുന്നു, ഈ പറയുന്ന കൃഷ്ണൻ്റെ, അതായത് നമ്മൾ കാവടി പോയ അമ്പലത്തിൽ പള്ളുരുത്തിയിലേക്കുള്ള അവിടെയുള്ള ജനങ്ങളുണ്ടായിരുന്നു, എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ടൊക്കെ വേറെ വരുന്നുണ്ട്, കാരണം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് വീഡിയോ എടുത്ത് വെച്ച് കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷമാണ് വോയിസ് ഓവർ ചെയ്യണേ കേട്ടോ. അതുകൊണ്ട് തന്നെ മോളുടെ ഇടക്കിടക്കുള്ള ചെറിയ സൗണ്ടുകളൊക്കെ കയറി വരും. ആരും ഒന്നും വിചാരിക്കരുത്, കാര്യമാക്കരുത്, ഓക്കെ. അപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഈ മയില്, ബട്ടർഫ്ലൈ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ മറ്റേ ഐതിഹ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് രാമൻ്റെയും സീതയുടെയും അങ്ങനെയുള്ളതാണ്. അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് പഠിക്കുന്ന സമയത്താണ് അതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളതൊക്കെ, അല്ലാണ്ട് നമ്മളതിനെപ്പറ്റി നമുക്ക് അറിയില്ലല്ലോ. അപ്പം ഇതിങ്ങനെ കണ്ടപ്പോഴത്തേക്കും അടിപൊളിയായിട്ട് തോന്നി. പിന്നെ എനിക്ക് ഫ്രണ്ടിൽ പോയി നിന്ന് വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ഫ്രണ്ടിൽ കയറാൻ പറ്റിയൊരവസ്ഥയായിരുന്നില്ല. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അത്ര അധികം ക്രൗഡായിരുന്നു. അപ്പുറത്ത് ഇപ്പുറത്തെ സൈഡിൽ റോട്ടിൽ, മെയിൻ റോഡ്, അതായത് ബസ് വരുന്ന സ്ഥലത്തൊക്കെ നിറച്ച് ആ അരികത്തും ഈ അരികത്തും ഒക്കെ കാണികളായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. അത്ര നല്ല വലിയൊരു പരിപാടി. അത് രണ്ട് വശത്തു നിന്നാണ് ശരിക്കും കാവടി വരുന്നത്. ഒന്ന് നമ്മുടെ എടക്കൊച്ചി കൃഷ്ണൻ്റെ ടെമ്പിളിൽ നിന്ന്, ഒരെണ്ണം വരുന്നത് ആ തോപ്പുംപടി വശത്ത്, അതായത് പള്ളുരുത്തിയുടെ പുറകു വശത്തുനിന്ന് ഈ പറയുന്ന അമ്പലത്തിൻ്റെ, അതായത് കാവടി വരുന്ന അമ്പലത്തിൻ്റെ പുറകു വശത്തുനിന്ന് ഒരു കാവടി, അതായത് തെക്കും ഭാഗവും വടക്കും ഭാഗവും ആയിട്ടാണ് കാവടി വരുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് വശത്തു നിന്നുള്ള കാവടി വന്നിട്ടാണ് നമ്മളത് ഫുള്ള് കണ്ടത്ര അത്ര അധികം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ഇവിടെ നിന്നുള്ള കാവടി ഭയങ്കര വലിയ കാവടി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഇവിടെ നിന്ന് പോയ കാവടി അമ്പലത്തിൽ കയറി എല്ലാ ഇതും, അതായത് സ്റ്റാർട്ടിങ് ത്രൂ എൻഡിങ് വരെയുള്ള എല്ലാ ഇതും നമ്മൾ കണ്ട് അതെല്ലാം കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞ്, അതായത് കുറച്ചും കൂടെ സമയം ഫുള്ളത് കയറി കഴിഞ്ഞിട്ടാണ് വടക്കും ഭാഗത്തു നിന്നുള്ള കാവടി വന്നത്. ഫസ്റ്റ് നമ്മുടെ തെക്കും ഭാഗത്തു നിന്നുള്ള കാവടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. നല്ല രസമായിരുന്നു കാണാനായിട്ട് ശരിക്കും. പിന്നെ അതിൽ പരം വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരുടെ ഒരു വൈബ് ഉണ്ടല്ലോ, കൊട്ട എവിടെ കേൾക്കുന്നു അവിടെ പോയി തുള്ളുന്ന പരിപാടി, അതായിരുന്നു അതിലും വലുത്. എല്ലാവരും നടുക്ക്, പെൺകുട്ടികളായാലും ശരി ആൺകുട്ടികളായാലും ശരി, അതുങ്ങൾക്ക് കിട്ടിയൊരു ചാൻസ് ആണല്ലോ. നടുക്ക് വന്നിരുന്ന് മൊത്തം തുള്ളി തകർക്കണമായിരുന്നു. പിള്ളേരൊക്കെ ഞാൻ നോക്കുമ്പോൾ പോകാൻ നേരത്തെ ഷർട്ടൊക്കെ ഒരു പിഴിയാൻ പറ്റിയ ഭാഗത്തിനാണ് പോയിക്കൊണ്ടിരുന്നത്. നല്ല രസമായിരുന്നു കാണാനായിട്ട് അത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ക്രൗഡൊക്കെ കുറഞ്ഞു, കാരണം ഒത്തിരി ക്രൗഡ്, കുറേ അമ്മമാരും ആൾക്കാരൊക്കെ ഇങ്ങനെ കണ്ട് നിന്നവിടെ നിന്ന് കാണാനാണല്ലോ. അതായത് നമുക്ക് ഇരിക്കാനുള്ള സജ്ജീകരണങ്ങളൊന്നും ഇല്ല, നമുക്ക് നിന്ന് തന്നെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ കണ്ട് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ പോയൊക്കെ തുടങ്ങി. പിന്നെ ഞങ്ങൾ പോയി ബാക്കിയുള്ളതൊക്കെ കണ്ട് നല്ല രസമായിരുന്നു കാണാനായിട്ട്. കുറച്ച് ക്രൗഡ് ഒതുങ്ങിയപ്പോൾ തന്നെ നമുക്ക് പിന്നെ ഫ്രണ്ടിൽ പോയി നിന്ന് കാണാൻ പറ്റിയൊരു ഗ്യാപ്പൊക്കെ കിട്ടി. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫ്രണ്ടിലോട്ട് പോയി നിന്നാണ് ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തത് കേട്ടോ. അതിനകത്ത് ഡാൻസ് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നല്ല രസമായിരുന്നു ഈ ഡാൻസൊക്കെ കാണാനായിട്ട്. അതായത് ഒരു പാട്ടിന് തന്നെ ക്ലാസിക്കലും ചെയ്യുന്നുണ്ട്, ഈ ക്ലാസിക്കൽ ചെയ്യുന്നുണ്ട് ബാക്കിൽ അവർ ഫോക്കല്ലല്ല, എന്താ പറയുക, വെസ്റ്റേൺ ടൈപ്പായിട്ടും ചെയ്യുന്നുണ്ട്.